മീര, നീ ഇത് എങ്ങോട്ടായി ഓടുന്നത്? അങ്ങോട്ട് പോകല്ലടി. അവിടെ പുതിയ മാത്സ് എത്തിയിട്ടുണ്ട്. ആള് ആകെ കലിപ്പിലാണ്. കൂട്ടുകാരി ആതിര പതറി വിറിച്ച് വിളിച്ചു പറഞ്ഞതൊന്നും മീരയുടെ ചെവിയിൽ വീണില്ല. അവളുടെ കയ്യിൽ പകുതി കുടിച്ച ഓറഞ്ച് ജ്യൂസിൻ്റെ കുപ്പിയുണ്ടായിരുന്നു. കോറിഡോറിലൂടെ തുള്ളിച്ചാടി ഓടിയ മീര വളവ് തിരിഞ്ഞതും പെട്ടെന്ന് ആരോടോ ചെന്ന് ശക്തിയായി കൂട്ടിയിടിച്ചു. മീരയുടെ കയ്യിലിരുന്ന ജ്യൂസ് മുഴുവൻ ആ വ്യക്തിയുടെ വെളുത്ത ഷർട്ടിൽ ഒഴുകിപ്പരന്നു. അയ്യോ, സോറി, ഞാൻ കണ്ടില്ല. മീര തപ്പിത്തടഞ്ഞ് തല ഉയർത്തി നോക്കി. അവിടെ നിൽക്കുന്നു, കട്ടത്താടിയും തീക്കട്ട പോലത്തെ കണ്ണുകളും കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുമായി ഒരു 6 അടി പൊക്കക്കാരൻ, ചെറുപ്പക്കാരൻ. ദേഷ്യം കൊണ്ട് അയാളുടെ താടിയെല്ലുകൾ ഞെരിഞ്ഞു അമരുന്നുണ്ടായിരുന്നു. വാട്ട് ദി ഹെൽ? അയാളുടെ ശബ്ദം ആ കോറിഡോറിൽ മുഴങ്ങി. അത് സാർ, ഞാൻ മനഃപൂർവ്വം. മീര പതിയെ പുറകോട്ട് കാല് വെച്ചു. നിന്റെ പേരെന്താടി? ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ടും മാന്യമായി നടക്കാൻ പഠിച്ചിട്ടില്ലേ? ID കാർഡ് എവിടെടോ? അയാൾ പല്ലിറുമ്മി. അപ്പോഴേക്കും ചുറ്റും പിള്ളേർ കൂടിയിരുന്നു. മീരക്ക് ആകെ നാണക്കേടായി. നാണക്കേട് പെട്ടെന്ന് അവളുടെ സ്വതസിദ്ധയായ കുസൃതിക്കും ദേഷ്യത്തിനും വഴിമാറി. സോറി പറഞ്ഞല്ലോ സാറേ. വഴിയിൽ കുറ്റി പോലെ നിന്നിട്ട് എന്നോട് കലിപ്പായിട്ട് എന്താ കാര്യം? മീരയും വിട്ടില്ല. അത്രയും നേരം ദേഷ്യത്തിലായിരുന്ന ആ അധ്യാപകൻ്റെ മുഖം പെട്ടെന്ന് തണുത്തുറഞ്ഞു. അയാൾ അവളുടെ ചെസ്റ്റ് ടാഗിലേക്ക് നോക്കി. മീര വി നായർ അല്ലേ? അയാൾ ദീർഘശ്വാസം എടുത്ത് ഷർട്ടിലെ ജ്യൂസിൻ്റെ കറയിലേക്ക് നോക്കി. എന്നിട്ട് മീരയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി പറഞ്ഞു, എൻ്റെ പേര് അർജുൻ, അർജുൻ ദേവ്. ഇനിയോ കോളേജിൽ ഞാനുണ്ടാകും. നിൻ്റെ ഈ തുള്ളിച്ചാട്ടത്തിന് ക്ലാസ് മുറിയിൽ വെച്ച് ഞാൻ പൂട്ടിട്ടോളാം മോളെ. പറഞ്ഞു തീർന്നതും അർജുൻ സാർ തിരിഞ്ഞു നടന്നു. മീര അവിടെ അന്തം വിട്ടു നിന്നു. ഈടി പണ്ടാരമേ, അതാണ് പുതിയ അധ്യാപകൻ അർജുൻ സാർ. ആള് ഭയങ്കര സ്ട്രിക്റ്റാ. പ്രിൻസിപ്പലിൻ്റെ അനിയണമെന്നാണ് കേട്ടത്. നീ ആദ്യമേ പോയി ചൊറിഞ്ഞല്ലോ. ആതിര തലയിൽ കൈവച്ചു. പിറ്റേന്ന് രാവിലെ മാത്സ് ക്ലാസ്. മീര പതിവ് പോലെ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് ലുഡോ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് കട്ടക്കരിപ്പിലുക്കിൽ അർജുൻ സാർ ക്ലാസ്സിലേക്ക് കയറി വന്നത്. ക്ലാസ്സിലെല്ലാവരും എഴുന്നേറ്റ് നിന്നു. സിറ്റ് ഡൗൺ, അർജുൻ പറഞ്ഞു. അയാളുടെ കണ്ണുകൾ നേരെ ചെന്ന് പതിഞ്ഞത് ലാസ്റ്റ് ബെഞ്ചിലെ മീരയിലാണ്. മീര വേഗം ഫോൺ ബെഞ്ചിനടിയിൽ ഒളിപ്പിച്ചു. ലാസ്റ്റ് ബെഞ്ച്. ആ മീര വി നായർ, എഴുന്നേറ്റ് ബോർഡിലേക്ക് വാ. അർജുൻ്റെ ശബ്ദം മുഴങ്ങി. മീര വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. ഞാനോ സാർ? അതെ, താൻ തന്നെ. വന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. മീര പതുക്കെ ബോർഡിന് മുന്നിലെത്തി ചോക്ക് കയ്യിലെടുത്തു. പക്ഷേ കണക്ക് കണ്ടാൽ മീരക്ക് പണ്ടേ തല കറങ്ങും. ആൾ ബോർഡിലേക്ക് തന്നെ നോക്കി നിന്നു. എന്താടോ, ഇന്നലെ വലിയ വായിൽ സംസാരിച്ചല്ലോ, കണക്കറിയില്ലേ? അർജുൻ കളിയാക്കുന്ന മട്ടിൽ ചോദിച്ചു. അത് സാർ, ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ല, മീര പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ശ്രദ്ധിക്കില്ല. കയ്യിൽ ജ്യൂസ് കുപ്പിയുമായി കോറിഡോറിൽ ഓടാനല്ലേ അറിയൂ. ഗെറ്റ് ഔട്ട്, അർജുൻ ഉറക്കെ പറഞ്ഞു. സാർ പ്ലീസ്. ഐ സെഡ് ഗെറ്റ് ഔട്ട് മീര. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടവൾ ദേഷ്യത്തോടെ പുസ്തകങ്ങളുമെടുത്ത് ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങി. നോക്കിക്കോ അർജുൻ സാറേ, ഈ മീര ആരാണെന്ന് ഞാൻ തനിക്ക് കാണിച്ചു തരാം. അവൾ മനസ്സിൽ പ്രതിജ്ഞ എടുത്തു. ദിവസങ്ങൾ കടന്നുപോയി. കോളേജിൽ അർജുനും മീരയും തമ്മിൽ കാണുമ്പോഴൊക്കെ കണ്ണുകൾ കൊണ്ട് അമ്പയും. മീര സാറിനെ പറ്റിക്കാൻ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കും. അർജുൻ അതിന് ഇരട്ടി ശിക്ഷ കൊടുക്കും. ഇതിനിടയിലാണ് മീരയുടെ ജീവിതം തലകീഴായി മറിഞ്ഞ ആ ദിവസം വന്നത്. ഒരു ഞായറാഴ്ച. വീട്ടിൽ വലിയ തിരക്കും ബഹളവും. മീരയുടെ അച്ഛൻ വാസുദേവൻ നായരും അമ്മ ശ്യാമളയും തകൃതിയായി ഒരുക്കങ്ങൾ നടത്തുന്നു. മീരെ, വേഗം പോയി ആ നല്ല കസവ് സാരി എടുക്ക്. നിന്നെ കാണാൻ ആളുകൾ ഇപ്പോൾ വരും. അമ്മ തിടക്കം കൂട്ടി. എന്ത് പെണ്ണ് കാണലോ? അമ്മേ, ഞാൻ ഡിഗ്രി പഠിക്കുകയല്ലേ, ഇപ്പോൾ കല്യാണമോ? മീര ബഹളം വെച്ചു. നിന്റെ തുള്ളിക്കളി മാറ്റാൻ ഒരു കല്യാണം അത്യാവശ്യമാണ്. അച്ഛൻ്റെ പഴയ കൂട്ടുകാരൻ്റെ മകനാണ്. ചെക്കന് നല്ല ജോലിയുള്ള ആളാണ്. അമ്മ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല. അരമണിക്കൂറിനുള്ളിൽ
പെണ്ണ് കാണാൻ സംഘം വീട്ടിലെത്തി. മീര ചായക്കപ്പുമായി ഹാളിലേക്ക് വന്നു. തല താഴ്ത്തി പിടിച്ചാണ് അവൾ നടന്നത്. ദാ പെണ്ണ് വന്നു, മീര ചായ കൊടുക്കുമോളെ, അച്ഛൻ പറഞ്ഞു. മീര ഓരോരുത്തർക്കായി ചായ കൊടുത്തു. അവസാനത്തെ ആൾക്ക് ചായ കൊടുക്കാൻ നേരം അവൾ പതിയെ തലയുയർത്തി നോക്കി. അയ്യോ, ഇയാളോ കലിപ്പൻ. മീരയുടെ കയ്യിലെ ചായക്കപ്പ് വിറച്ചു. അവിടെ പ്രൗഢിയോടെ വെളുത്ത കുർത്തയും മുണ്ടുമെടുത്ത് അല്പം ഗൗരവത്തിൽ ഇരിക്കുന്നു അർജുൻ സാർ. അർജുനും അവളെ കണ്ടതും കണ്ണുകൾ തള്ളി. ഇവളോ? മീരെ, എന്താടിയത്? അധ്യാപകനെയാണോ നീ എന്ന് വിളിക്കുന്നത്? അച്ഛൻ ദേഷ്യപ്പെട്ടു. അർജുൻ്റെ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ല വാസു, ഇവർ കോളേജിൽ വെച്ച് അറിയുന്നവരല്ലേ. അർജുനെ, നിനക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടോ? അർജുൻ മീരയെ തലമുടി മുതൽ കാൽവിരൽ വരെ ഒന്നുകൂടി നോക്കി. അവളുടെ പരിഭ്രമവും ദേഷ്യവും നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അയാളുടെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. എനിക്ക് സമ്മതമാണച്ചാ. ഇവളെ പോലൊരു കുസൃതിക്കാരിയെ നേരെയാക്കാൻ എന്നെ പോലൊരു മാത്സ് സാറിനെ കഴിയൂ. എനിക്ക് സമ്മതമല്ല, മീര ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ മുതിർന്നവരുടെ തീരുമാനത്തിന് മുന്നിൽ മീരയുടെ ശബ്ദം അടങ്ങിപ്പോയി. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്ന അച്ഛൻ്റെ സന്തോഷത്തിനും കുടുംബത്തിൻ്റെ മാനത്തിനും വേണ്ടി ഒടുവിൽ മീരക്ക് തലയാട്ടേണ്ടി വന്നു. മണ്ഡപത്തിൽ വെച്ച് അർജുൻ മീരയുടെ കഴുത്തിൽ താലി ചാർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. താൻ ഏറ്റവും വെറുത്ത, തന്നെയൊന്നും വഴക്ക് പറയുന്ന ആ ദേശീയക്കാരൻ അധ്യാപകൻ ഇപ്പോൾ തൻ്റെ ഭർത്താവാണ്. രാത്രി അർജുൻ്റെ വലിയ വീട്ടിലെ മനോഹരമായി അലങ്കരിച്ച മുറി പാലുകപ്പുമായി മീര മുറിയിലേക്ക് നടന്നു. അർജുൻ കട്ടിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയായിരുന്നു. മീരയെ കണ്ടതും അയാൾ ലാപ്ടോപ്പ് മാറ്റിവെച്ചു. വന്നോ താലി കെട്ടിയ പെണ്ണെ? അർജുൻ കളിയാക്കലോടെ ചോദിച്ചു. മീര പാൽക്കപ്പ് മേശപ്പുറത്ത് വെച്ചു. സാർ. അല്ല അർജുൻ, താൻ വിചാരിക്കുന്നത് പോലെ എന്നെ ഭരിക്കാമെന്ന് കരുതണ്ട. ഈ കല്യാണം എനിക്ക് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. അർജുൻ പതിയെ എഴുന്നേറ്റ് മീരയുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ നേരെ അടുക്കുന്തോറും മീര ഭയന്ന് പുറകോട്ട് മാറി ചുവരിൽ തട്ടി നിന്നു. അർജുൻ കൈകൾ രണ്ടും അവളുടെ ഇരുവശത്തുമായി ചുവരിൽ കുത്തി അവളിലേക്ക് കുനിഞ്ഞു. അവളുടെ ഹൃദയമെടുപ്പ് പടപടാ മിടുക്കാൻ തുടങ്ങി. അയാളുടെ ശ്വാസച്ചൂട് തൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ മീര കണ്ണുകൾ ഉറുകെ അടച്ചു. എന്താടി കണ്ണടക്കുന്നത്? ഞാൻ നിന്നെ ഉമ്മവെക്കുമെന്നാണോ വിചാരം? അർജുൻ അവളുടെ കാതിൽ പതുക്കെ ചോദിച്ചു. മീര കണ്ണു തുറന്നു. അർജുൻ്റെ ചുണ്ടിൽ ഒരു വശ്യമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. കേട്ടോടി കുസൃതിക്കാരി, കോളേജിൽ ഞാൻ നിൻ്റെ സാറാണ്, ഇവിടെ നിൻ്റെ ഭർത്താവ്. പക്ഷേ നിൻ്റെ ഈ ദേഷ്യവും കുസൃതിയും എനിക്ക് മുന്നിൽ ചിലവാകില്ല. കട്ടിലിൻ്റെ ആ പകുതി നിനക്ക്, ഈ പകുതി എനിക്ക്. വെറുതെ എന്നെ ചൊറിയാൻ വന്നാൽ സംഗതി ആകെ മാറും. അത്രയും പറഞ്ഞ് അർജുൻ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് കിടന്നു. മീര ദേഷ്യം കൊണ്ട് പല്ലുറുമ്മി. നോക്കിക്ക അർജുൻ സാറേ, തെന്നി വീഴാൻ ഞാൻ ഒരുപാട് ചതിക്കുഴികൾ ഒരുക്കും. അവൾ കട്ടിലിൻ്റെ അറ്റത്ത് കിടന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ മഴയോടൊപ്പം അവരുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായനത്തിനും തുടക്കമാവുകയായിരുന്നു. രാവിലെ സൂര്യരശ്മികൾ ജനലിലൂടെ മീരയുടെ മുഖത്തേക്ക് പതിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. എഴുന്നേറ്റ് നോക്കിയപ്പോൾ അർജുനെ കട്ടിൽ കാണാനില്ല. ഓ, ആ രാക്ഷസൻ നേരത്തെ എഴുന്നേറ്റ് പോയോ? മീര ആശ്വാസത്തോടെ മുടി ഒതുക്കി വെച്ചു. താഴേക്ക് ചെന്നപ്പോൾ അർജുൻ്റെ അമ്മ മീനാക്ഷിയമ്മ അടുക്കളയിൽ പണിത്തിരക്കിലായിരുന്നു. ആഹാ, മോളെ എഴുന്നേറ്റോ? വാ മോളെ, അമ്മ സ്നേഹത്തോടെ വിളിച്ചു. അമ്മേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കണോ? മീര ചോദിച്ചു. സത്യത്തിൽ മീരക്ക് ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലായിരുന്നു. എങ്കിലും നല്ല മരുമോൾ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾ ചോദിച്ചത്. അതൊക്കെ എന്താ മോളെ, അർജുന് രാവിലത്തെ ഉപ്പുമാവും ചായയുമൊക്കെ വളരെ ഇഷ്ടമാണ്. ഇന്ന് മോൾ ഉണ്ടാക്കിക്കോ, അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. അമ്മ വെളിയിലേക്ക് പോയതും മീര അടുക്കളയിൽ ഒറ്റക്കായി. ഉപ്പുമാവല്ലേ, ഇതിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം? റവ വറുക്കുന്നു, വെള്ളമൊഴിക്കുന്നു, കുറച്ചൊപ്പിടുന്നു, ഫിനിഷ്, മീര മനസ്സിൽ വിചാരിച്ചു. പക്ഷേ
ആ ആവേശത്തിൽ മീര റവ വറുക്കാതെ പച്ചവെള്ളത്തിലേക്ക് ഇട്ടു. തവി കൊണ്ട് ഇളക്കി ഇളക്കി അതൊരു തരം പശ പോലെയായി മാറി. പോരാത്തതിന് ഉപ്പിൻ്റെ അളവ് അറിയാതെ 3 വലിയ സ്പൂൺ ഉപ്പും എടുത്ത് വീശി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നു. അർജുൻ ഷർട്ടിട്ട് കോളേജിൽ പോകാൻ റെഡിയായി വന്നു. മീര എല്ലാവർക്കും പ്ലേറ്റിൽ ആ പ്രത്യേക ഉപ്പുമാവ് വിളമ്പി. അർജുൻ സംശയത്തോടെ ആ പശ പോലത്തെ ഉപ്പുമാവിലേക്ക് നോക്കി. എന്താ സാറേ, കഴിക്കുന്നില്ലേ? ഞാൻ പ്രത്യേക താല്പര്യത്തോടെ ഉണ്ടാക്കിയതാ, മീര ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അർജുൻ ഒരു സ്പൂൺ ഉപ്പുമാവ് വായിലേക്ക് വെച്ചു. കർത്താവേ, വായിൽ വെച്ചതും അയാളുടെ കണ്ണ് തള്ളി. ഉപ്പുവെള്ളം കുടിച്ചതുപോലെ തൊണ്ടയിൽ നിന്ന് എരിച്ചിൽ വന്നു. പക്ഷേ അമ്മയുടെ മുന്നിൽ വെച്ച് മീരയെ ചീത്തകിടക്കാൻ അർജുന് കഴിഞ്ഞില്ല. അർജുൻ മീരയെ ഒന്ന് രൂക്ഷമായി നോക്കി. എന്നിട്ട് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ ഉപ്മാവ് മുഴുവൻ കഴിച്ചു തീർത്തു. അന്തം വിട്ടുപോയി. ഇയാൾക്ക് നാവില്ലേ? ഇത്രയും ഉപ്പുള്ള സാധനം എങ്ങനെ കഴിച്ചു? അർജുൻ എഴുന്നേറ്റ് കൈ കഴുകി മീരയുടെ അടുത്ത് വന്നു. മറ്റുള്ളവർ കാണാതെ അവളുടെ ചെവിയിൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പശ പോലെ ഉപ്പുമാവ് ഉണ്ടാക്കി എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചോടി. നിന്റെ ഓരോ കുസൃതിയും സഹിക്കാൻ ഈ അർജുൻ നല്ല ക്ഷമയുണ്ട്. ഇതിനെയൊക്കെയുള്ള മറുപടി നമുക്ക് കോളേജിൽ വെച്ച് തരാം. അർജുൻ ഒരു കുസൃതി ചിരിയോടെ അവളുടെ മൂക്കിൽ പിടിച്ച് തിരുമ്മി ഇറങ്ങിപ്പോയി. മീരയുടെ നെഞ്ച് പെട്ടെന്ന് പടപടമിടിക്കാൻ തുടങ്ങി. കോളേജിൽ ഇരുവരും തമ്മിലുള്ള വിവാഹക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. കാരണം പഠനം കഴിയുന്നതുവരെ ഇത് രഹസ്യമായി വെക്കണമെന്ന് പ്രിൻസിപ്പലിൻ്റെ നിർബന്ധമുണ്ടായിരുന്നു. ഉച്ചസമയം മീരയും കൂട്ടുകാരി ആതിരയും ക്യാൻറ്റീനിലിരുന്ന് സമോസ കഴിക്കുകയായിരുന്നു. എടി മീരെ, നമ്മുടെ അർജുൻ സാറിനെ കാണാൻ എന്ത് ലുക്കല്ലേ! ആ ഗൗരവം കാണുമ്പോഴേ എൻ്റെ നെഞ്ചുമിടിക്കും. ഏതെങ്കിലും ഭാഗ്യവതിക്കാവും ആ സാറിനെ കിട്ടുക, അതിൽ സ്വപ്നം കണ്ടുകൊണ്ട് പറഞ്ഞു. മീര മനസ്സിനുള്ളിൽ പറഞ്ഞു. ഭാഗ്യവതിയല്ലടി, നിർഭാഗ്യവതി. ആ രാക്ഷസൻ്റെ കൂടെ ജീവിക്കുന്ന എനിക്കല്ലേ അറിയൂ ആ വേദന. പെട്ടെന്നാണ് ക്യാൻറ്റീനിലേക്ക് കോളേജിലെ സീനിയർ പയ്യൻ വിക്രം കടന്നു വന്നത്. വിക്രം കുറച്ചു നാളുകളായി മീരയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവനായിരുന്നു. ഹേയ് മീര, ഇന്ന് നിന്നെ കാണാൻ എന്ത് ഭംഗിയാ സാരിയിൽ. വിക്രം മീരയുടെ മേശപ്പുറത്ത് കൈവച്ച് അവളുടെ അടുത്ത് വന്നിരുന്നു. വിക്രം, വഴി മാറി നിൽക്കും, എനിക്ക് ക്ലാസ്സിൽ പോകണം, മീര ദേഷ്യത്തോടെ പറഞ്ഞു. അത്ര ധൃതിയാണോ മോളെ? വാ, നമുക്കൊന്നിച്ച് നടക്കാം. വിക്രം മീരയുടെ കയ്യിൽ പിടിക്കാനഞ്ഞു. കൈയെടുക്കടോ അവിടെ നിന്ന്. ക്യാൻറ്റീനിൽ ആകെ നിശബ്ദത പടർന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽക്കൽ നിൽക്കുന്നു അർജുൻ സാർ. അയാളുടെ കണ്ണുകളിൽ ചോര പൊടിയുന്ന ദേഷ്യമുണ്ടായിരുന്നു. അർജുൻ വേഗത്തിൽ നടന്നു വന്ന് വിക്രമിൻ്റെ കൈ പിടിച്ച് തിരിച്ചു. ആ സാർ, വിട്! വിക്രം വേദന കൊണ്ട് നിലവിളിച്ചു. പെൺകുട്ടികളുടെ അനുവാദമില്ലാതെ അവരെ തൊടാൻ നിനക്ക് ധൈര്യമായോടാ? അർജുൻ്റെ ശബ്ദം ആ ക്യാൻറ്റീൻ മുഴുവൻ വിറച്ചു. അത് സാർ, ഞാൻ വെറുതെ. ഇനി മേലാൽ ഈ മീരുടെ 10 മീറ്റർ ചുറ്റളവിൽ നിന്നെ കണ്ടാൽ നിന്റെ ഈ കോളേജ് പഠനം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഗെറ്റ് ഔട്ട്! അർജുൻ ഗർജിച്ചു. വിക്രം പേടിച്ചോടി. മീര അത്ഭുതത്തോടെ അർജുനെ നോക്കി. അത്രയും നേരം ദേഷ്യത്തിൽ വിറച്ചിരുന്ന അർജുൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ മീരയോടുള്ള കരുതലും പ്രണയവും നിറഞ്ഞു നിൽക്കുന്നത് അവൾ കണ്ടു. പക്ഷേ അർജുൻ വേഗം തന്നെ തൻ്റെ പഴയ ഗൗരവം വീണ്ടെടുത്ത് അവിടെ നിന്നും നടന്നുപോയി. അന്ന് രാത്രി ശക്തമായ മഴയായിരുന്നു. ഇടിയും മിന്നലും വന്ന് കരണ്ട് പോയി. മുറിയിൽ ആകെ ഇരുട്ട്. മീരക്ക് പണ്ട് ഇരുട്ടും ഇടിയും ഭയങ്കര പേടിയായിരുന്നു. അവൾ കട്ടിലിൽ ചുരുണ്ടുകൂടിയിരുന്നു. പെട്ടെന്ന് വലിയൊരു ഇടിമിന്നൽ വെട്ടി പടക്കം പൊട്ടുന്ന ശബ്ദം. അയ്യോ അമ്മേ! മീര പേടിച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകെ അടച്ചു. കട്ടിൽ ഭയന്ന് വിറച്ചിരുന്ന മീരയുടെ അടുത്തേക്ക് അർജുൻ നടന്നെത്തി. ജനലിലൂടെ വന്ന നിലാവെളിച്ചത്തിൽ അവളുടെ കണ്ണുകളിലെ പേടി അവൻ കണ്ടു. മീരെ! അർജുൻ്റെ ശബ്ദത്തിൽ അപ്പോഴത്തെയും കലിപ്പുണ്ടായിരുന്നില്ല. അവൻ പതിയെ കട്ടിൽ അവൾക്കരികിലിരുന്നു. മീര ഒന്നും ആലോചിക്കാതെ അർജുൻ്റെ നെഞ്ചിലേക്ക് പടർന്നു കയറി. അവൻ്റെ ഷർട്ടിൽ ഇറുകെ പിടിച്ചു. അർജുൻ്റെ കൈകൾ പതിയെ അവളുടെ പുറകിലൂടെ തഴുകി. സാർ, പേടിയാകുന്നു, അവൾ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാൻ കൂടെയുള്ളപ്പോൾ നീ എന്തിനാടി പേടിക്കുന്നത്?
അർജുൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. അവളുടെ നനഞ്ഞ കണ്ണുകളിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. അവളുടെ ശ്വാസച്ചൂട് തൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ അർജുൻ്റെ ഉള്ളിലെ പ്രണയം അണപൊട്ടുകയായിരുന്നു. അവൻ പതിയെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. ആ സ്പർശനത്തിൽ മീര കണ്ണുകൾ ഇറുകെ അടച്ചു. താൻ എന്നെ എപ്പോഴും വെറുക്കുകയാണോ മീരെ? അർജുൻ്റെ ശബ്ദം അവളുടെ കാതോരത്ത് ഒരു മന്ത്രണം പോലെ മുഴകി. എനിക്കറിയില്ല സാർ, മീര തടസ്സത്തോടെ പറഞ്ഞു. അർജുൻ അവളുടെ ഇടതോർന്ന മുടിയിഴകൾ പുറകിലോട്ട് മാറ്റി. അവളിൽ പടരുന്ന നറുമണം ആവോളം ശ്വസിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിലൂടെയും കഴുത്തിലെ ചെറിയ മറുകിലൂടെയും താഴേക്ക് ഇറങ്ങി. മീരയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ അറിയാതെ അർജുൻ്റെ തോളിൽ പുടുത്തം മുറുകി. അർജുൻ! ആദ്യമായി അവൾ അവൻ്റെ പേര് വിളിച്ചു. ആ വിളി അർജുൻ്റെ നിയന്ത്രണം തെറ്റിച്ചു. അവൻ അവളെ പതിയെ കട്ടിലേക്ക് കിടത്തി. അവൾക്ക് മീതിയായി ചേർന്ന് കിടന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി. കോളേജിൽ ഞാൻ നിൻ്റെ ദേശക്കാരനായ മാത്സ് സാറായിരിക്കാം, പക്ഷെ ഇവിടെ ഈ ഇരുട്ടിൽ ഞാൻ നിൻ്റെ മാത്രം അർജുനാണ്. ഈ പൂട്ടുവീണ ഹൃദയത്തിൻ്റെ താക്കോൽ നിൻ്റെ കയ്യിലാണ് മീര. അത്രയും പറഞ്ഞ് അർജുൻ അവളുടെ അതരങ്ങളെ തൻ്റെ അതരങ്ങൾക്കിടയിലാക്കി. ആ പ്രണയ ചുംബനത്തിൽ മീരയുടെ മനസ്സിലെ എല്ലാ ഭയവും ദേഷ്യവും അലിഞ്ഞില്ലാതായി. അവൾ അവനിലേക്ക് പൂർണ്ണമായും കീഴടങ്ങുകയായിരുന്നു. ആ മഴരാത്രിക്ക് ശേഷം അർജുൻ്റെയും മീരയുടെയും ഇടയിലെ കാര്യങ്ങൾ ആകെ മാറിപ്പോയിരുന്നു. പണ്ടത്തെ പോലെ തമ്മിൽ കാണുമ്പോൾ കണ്ണുരുട്ടലും ദേഷ്യപ്പെടലുമൊക്കെ കുറഞ്ഞു. പകരം പരസ്പരം അറിയാതെ നോക്കുന്ന കള്ളനോട്ടങ്ങളും നാണത്തോടെയുള്ള പുഞ്ചിരികളും അവരിൽ ഇടം പിടിച്ചു. അന്ന് വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയ മീര മുറിയിൽ സാരി മാറുകയായിരുന്നു. പെട്ടെന്നാണ് അർജുൻ മുറിയിൽ ഇറങ്ങുന്നത്. കണ്ണാടിയിലൂടെ മീരയെ കണ്ടതും അവൻ വാതിലടച്ച് ലോക്ക് ചെയ്തു. അർജുൻ, താൻ എന്തായി കാണിക്കുന്നത്? വാതിലടച്ചതെന്തിനാ? മീര പരിഭ്രമത്തോടെ സാരിത്തുമ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അർജുൻ ഒന്നും മിണ്ടാതെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവളിൽ നിന്ന് ഏതാനും ഇഞ്ചുകൾ മാത്രം അകലത്തിൽ നിന്നു. മീര, നീ ഇപ്പോഴും എന്നെ ആ രാക്ഷസൻ സാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്? അർജുൻ്റെ കട്ടിമിശക്കിടയിലൂടെ ഒരു കുസൃതി ചിരി എറിഞ്ഞു. അത് അല്ല, പിന്നെ എങ്ങനെ വിളിക്കണം? മീരയുടെ മുഖം ചുവന്നു തൊടുത്തു. അർജുൻ അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. മീരയുടെ ശ്വാസഗതി വേഗത്തിലായി. എന്നോട് നിനക്ക് ദേഷ്യമാണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ അന്ന് രാത്രി എന്നെ അത്രയും ഇറുകെ കെട്ടിപ്പിടിച്ചത്? അത് ഇടിമിന്നൽ പേടിച്ചിട്ടാ. മീര കണ്ണുകൾ താഴേക്ക് താഴ്ത്തി. വ്യാജ കാരണം പറയണ്ട മോളെ. നിന്റെ ഈ കണ്ണുകൾ ഞാൻ കാണുന്നത് ദേഷ്യമല്ല, എന്നോടുള്ള പ്രണയമാണ്. അത്രയും പറഞ്ഞ് അർജുൻ അവളുടെ തൻ്റെ ചുണ്ടുകൾ അമർത്തി. മീരയുടെ മനസ്സിലെ അവസാനത്തെ എതിർപ്പും ആ നിമിഷം അലിഞ്ഞുപോയി. അവൾ അർജുൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി ആ പ്രണയം ഏറ്റുവാങ്ങി. എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് അർജുൻ സാറേ. മീരാവിൻ്റെ നെഞ്ചിൽ തലതാഴ്ച വിങ്ങിപ്പൊട്ടി. എനിക്കും ഡേ എൻ്റെ കുസൃതി കുറുമ്പി. അർജുൻ അവളെ ചേർത്ത് പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി. എന്നാൽ അവരുടെ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. അന്ന് കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. അർജുൻ പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ മീറ്റിംഗിൽ ആയിരുന്ന സമയം മീര ലൈബ്രറിയിൽ നിന്നും തനിയെ ഇറങ്ങി വരുന്നത് വഴി വിക്രമും അവൻ്റെ 2 കൂട്ടുകാരും തടഞ്ഞു നിർത്തി. എന്താടി മീര, അർജുൻ സാറിൻ്റെ തണലിൽ വലിയ ആളാകാൻ നോക്കുകയാണ് നീ? വിക്രം കയ്യിലൊരു മദ്യക്കുപ്പിയുമായി ഭ്രാന്തമായ ഭാവത്തിൽ വന്നു. വിക്രം, വഴി മാറി നിൽക്ക്. ഞാൻ അർജുൻ സാറിനോട് പറയും. മീര ഭയത്തോടെ പുറകോട്ട് മാറി. പറയടി, പക്ഷേ മുൻപും നിന്റെ ഈ അഹങ്കാരം ഞാൻ തീർക്കും. വിക്രം മീരയുടെ കൈപിടിച്ച് അടുത്തുള്ള വിജനമായ ക്ലാസ് റൂമിലേക്ക് വലിച്ചയച്ചു. കൊണ്ടുപോയി വാതിലടച്ചു. മീര ഉറക്കെ നിലവിളിച്ചു, അർജുൻ, ഓടി വരണേ അർജുൻ. അതേസമയം പ്രിൻസിപ്പൽ റൂമിലിരുന്ന് അർജുൻ്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. പെട്ടെന്നാണ് ക്യാൻറ്റീന് പുറകിൽ നിന്ന് മീരയുടെ നിലവിളി കേട്ടത്. അർജുൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ക്ലാസ് റൂമിന് നേരെ ഓടി. അർജുൻ ഒറ്റ ചവിട്ടിന് ആ ക്ലാസ് റൂമിൻ്റെ വാതിൽ തുറന്നു. അവിടെ മീരയെ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്ന വിക്രമയെ കണ്ടതും അർജുൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടു. അവൻ ഒരു സിംഹത്തെ പോലെ പാഞ്ഞെടുത്ത് വിക്രമിൻ്റെ കഴുത്തിന് പിടിച്ചു.
എൻ്റെ പെണ്ണിൻ്റെ മേൽ കൈവെക്കാൻ നിനക്ക് ധൈര്യമായോടാ? അർജുൻ വിക്രമിനെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി അടിച്ചു ചതച്ചു. അയാളുടെ ദേഷ്യം കണ്ട് വിക്രമിൻ്റെ കൂട്ടുകാർ പേടിച്ചോടി. വിക്രം ചോരയിൽ കുളിച്ച് നിലത്ത് വീണു. അപ്പോഴേക്കും ബഹളം കേട്ട പ്രിൻസിപ്പളും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും അവിടെ തടിച്ചുകൂടി. അർജുൻ സാർ, എന്തായി കാണിക്കുന്നത്? ഒരു സ്റ്റുഡൻറ്റിനെ ഇങ്ങനെ ക്രൂരമായി തല്ലാൻ നിങ്ങൾക്കാരാണ് അവകാശം? നിങ്ങൾ ഈ കോളേജിൽ ഒരു ടീച്ചറാണ്. പ്രിൻസിപ്പൽ ഉറക്കെ ദേഷ്യപ്പെട്ടു. എല്ലാവരും അർജുനെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും ദേഷ്യക്കാരനായ ടീച്ചറെ പുറത്താക്കണം എന്ന് പിള്ളേരും ബഹളം വെച്ചു. അർജുൻ ഒന്നും മിണ്ടിയില്ല. അവൻ ചോര ഒലിക്കുന്ന വിക്രമിനെ നോക്കി. എന്നിട്ട് കരഞ്ഞു നിലവിളിക്കുന്ന മേരിയുടെ അടുത്തേക്ക് നടന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അർജുൻ മേരിയുടെ കണ്ണിൽ തുറച്ചു കൊടുത്തു. എന്നിട്ട് ആ താലിമാല പുറത്തെടുത്ത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ മേരിയുടെ കഴുത്തിൽ കാണിച്ചു. എന്നിട്ട് പ്രിൻസിപ്പലിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, അതെ സാർ, ഞാൻ ഈ കോളേജിലെ മാത്സ് സാറാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇവൾ എൻ്റെ ഭാര്യയാണ്. അർജുൻ ദേവിൻ്റെ പെണ്ണാണ്. എൻ്റെ ഭാര്യയുടെ മാനത്തിന് നേരെ നീണ്ട കൈ ഞാൻ വെട്ടിമാറ്റും. അത് കോളേജിലായാലും ശരി, ഇനി എവിടെയായാലും ശരി. കാണികൾക്കിടയിൽ ഒരു വലിയ നിശബ്ദത പടർന്നു. ആതിര ഉൾപ്പെടെയുള്ള കുട്ടികൾ വായ പൊളിച്ചു നിന്നു. മീര സാറിൻ്റെ ഭർത്താവാണോ? എല്ലാവരും അമ്പരന്നു. പ്രിൻസിപ്പലിന് കാര്യം മനസ്സിലായി. വിക്രമിൻ്റെ ദുഷ്പ്രവർത്തികൾ മുമ്പും കേട്ടിട്ടുള്ളതിനാൽ അയാൾ പോലീസിനെ വിളിച്ച് വിക്രമിനെ കൈമാറി. ഈ സംഭവങ്ങൾക്ക് ശേഷം കോളേജിൽ നിന്നും അർജുനും മീരയും ഒന്നിച്ചിറങ്ങി. മീര അർജുൻ്റെ കയ്യിൽ ഇറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സർ, അത്രയും പേരുടെ മുന്നിൽ വെച്ച് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. മീര അവൻ്റെ തോളിൽ തല ചായ്ച്ചു. നിസാർ എന്ന് വിളിക്കരുത്, ഞാൻ നിൻ്റെ ഭർത്താവാണ്. അർജുൻ അവളുടെ മൂക്കിൽ പതുക്കെ പിടിച്ചു തിരുമ്മി. ശരി ഭർത്താവേ, പക്ഷെ ഒരു കാര്യം, വീട്ടിൽ ചെന്നാൽ ഇനി കണക്ക് പഠിപ്പിക്കാൻ വരരുത് കേട്ടോ. മീര കുസൃതിയോടെ ചിരിച്ചു. അതിനല്ലേ മോളെ രാത്രികളുള്ളത്, ബാക്കി കണക്കൊക്കെ നമുക്ക് രാത്രി തീർക്കാം. അർജുൻ വശ്യമായി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണടിച്ചു. മീര നാണം കൊണ്ട് അർജുൻ്റെ നെഞ്ചിലേക്ക് മുഖം വിളിച്ചു. ആദ്യം വഴക്കും കട്ടക്കലിപ്പുമായി തുടങ്ങിയ അവരുടെ ജീവിതം അപ്രതീക്ഷിതമായ വന്ന വിവാഹബന്ധത്തിലൂടെ സ്നേഹവും കുസൃതിയും നിറഞ്ഞ സുന്ദരമായ ഒരു പ്രണയകാവ്യമായി മാറിയിരുന്നു.